സർ, മത്സ്യബന്ധനം 2024 ലോക ഫിഷറീസ് ദിനാഘോഷത്തിൻ്റെ ഭാഗമായി രാജ്യത്തെ മികച്ച മറൈൻ സ്റ്റേറ്റായും കൊല്ലം ജില്ലയെ മികച്ച മറൈൻ ജില്ലയായും അംഗീകരിച്ചിരുന്നു. സർ, സംസ്ഥാനത്തെ തീരദേശ മേഖലയുടെ വികസനത്തിനായി ഒരു തീരദേശ പാക്കേജ് അനുവദിക്കും. ഈ വർഷം ഇതിനായി 75 കോടി രൂപ അനുവദിക്കും. 55.17 കോടി രൂപ ചെലവ് വരുന്ന കോഴിക്കോട് സെൻട്രൽ ഫിഷ് മാർക്കറ്റിൻ്റെയും 48.24 കോടി രൂപ വരുന്ന ആലുവ ഫിഷ് മാർക്കറ്റിൻ്റെയും നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള കാസർഗോഡ്, പൊന്നാനി, പുതിയാപ്പ, കൊയിലാണ്ടി മത്സ്യബന്ധന തുറമുഖങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾ 2025 മാർച്ച് മാസത്തോടുകൂടി മുതലപ്പുഴി ഹാർബർ 2026 ഡിസംബറിലും പൂർത്തിയാകുന്നതാണ്. ഈ വർഷവും മത്സ്യബന്ധന മേഖലയിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനായി മത്സ്യബന്ധന മേഖലയുടെ വിഹിതം 295.12 കോടിയായി ഉയർത്തുന്നു. ഇതിൽ സംസ്ഥാന ഫിഷറീസ് വകുപ്പിനുള്ള 163.31 കോടിയും ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് 35.31 കോടിയും ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് സർവകലാശാലയ്ക്ക് 35.50 കോടി രൂപയും ഉൾപ്പെടുന്നു. കേന്ദ്ര സഹായമായി 61 കോടി രൂപ പ്രതീക്ഷിക്കുന്നു. കടലോര മത്സ്യബന്ധന പരിപാടിക്ക് 41.10 കോടി, ഉൾനാടൻ മത്സ്യബന്ധന പദ്ധതിക്കായിട്ട് 80.91 കോടി രൂപയും വകയിരുത്തുന്നു. അക്വാകൾച്ചർ രംഗത്ത് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് 67.5 കോടി രൂപ വകയിരുത്തുന്നു. തീരദേശ വികസന പദ്ധതിക്കായി 25-26 സാമ്പത്തിക വർഷം ആകെ 176.98 കോടി രൂപ വകയിരുത്തുന്നു. മത്സ്യത്തൊഴിലാളികളുടെ അടിസ്ഥാന സൗകര്യ മാനവശേഷി വികസന പദ്ധതികൾക്കായി 139.9 കോടി രൂപ വകയിരുത്തുന്നു. സർ, മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനും സ്കോളർഷിപ്പ് നൽകുന്നതിനും മത്സ്യത്തൊഴിലാളി വനിതകളുടെ ഉന്നമനത്തിനും 9 കോടി രൂപ അധികമായി വകയിരുത്തുന്നു. ഇതുവഴി മത്സ്യത്തൊഴിലാളികളുടെ അടിസ്ഥാന സൗകര്യ മാനവശേഷി വികസനത്തിനുള്ള പദ്ധതി വീതം 49 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. സർ, കൊല്ലം നീണ്ടകരയിൽ യാൺ ടെസ്റ്റിംഗ് യൂണിറ്റ് ആൻഡ് നെറ്റ് ഫാക്ടറി ആരംഭിക്കുന്നതിനായി 5 കോടി രൂപ അധികമായി വകയിരുത്തുന്നു. പുനർഗേഹം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 250 കോടി രൂപയും ബജറ്റ് വിഹിതമായ 178.10 കോടി രൂപയും ഉൾപ്പെടെ നാളിതുവരെ 428.1 കോടി രൂപയുടെ പുനർഗേഹം പദ്ധതിയുടെ നിർവഹണത്തിനായി അനുവദിച്ചിട്ടുണ്ട്. ഈ പദ്ധതിക്ക് കീഴിൽ 2428 വ്യക്തിഗത ഭവനങ്ങളുടെയും 390 ഫ്ളാറ്റുകളുടെയും നിർമ്മാണം പൂർത്തീകരിച്ച ആകെ 2818 കുടുംബങ്ങളെ ഇതിനോടകം തന്നെ പുനരധിവസിപ്പിച്ചിട്ടുണ്ട്. പുനർഗേഹം പദ്ധതിക്ക് 20 കോടി രൂപ അധികമായി വകയിരുത്തുന്നു. ഇതുവഴി പദ്ധതി വിഹിതം 60 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ പഴയതും ക്ഷയിച്ചതുമായ വീടുകൾ അറ്റകുറ്റപ്പണി ചെയ്യുന്നതിന് വേണ്ടി 10 കോടി രൂപ വകയിരുത്തുന്നു. ഗ്രൂപ്പ് ഇൻഷുറൻസ് 2.36 ലക്ഷത്തിൽ പരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്നതിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. പയ്യന്നൂർ സർ, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ സർക്കാർ അനുവദിച്ച് നൽകിയ 5.0935 ഹെക്ടർ ഭൂമിയിൽ പുതിയ ഫിഷറീസ് കോളേജ് പ്രവർത്തനം ആരംഭിച്ചു. കേരള ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് സർവകലാശാലയുടെ ശാക്തീകരണത്തിനും ഗവേഷണ വിജ്ഞാന പ്രവർത്തനങ്ങൾക്കുമായി 35.5 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻവർഷത്തെക്കാളിലും 2 കോടി അധികമാണ്. പ്രധാനമന്ത്രി മത്സ്യസമ്പദാ യോജനയുടെ സംസ്ഥാന വിഹിതമായി 40 കോടി വകയിരുത്തുന്നു. നിലവിലുള്ള ഫിഷറീസ് ഹാർബറുകളുടെ നവീകരണം, ഹാർബർ തീരദേശ പാലങ്ങൾ, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ഏറ്റെടുത്ത റോഡുകളുടെ നിർമ്മാണം എന്നിവ നബാർഡ് വായ്പയോടെ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനായി 20 കോടി രൂപ വകയിരുത്തുന്നു. വനവും വന്യജീവി സംരക്ഷണവും സർ, വനവും വന്യജീവി സംരക്ഷണവും എന്ന മേഖലയ്ക്കായി 2025-26 സാമ്പത്തിക വർഷം ആകെ 305.61 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻവർഷത്തെക്കാളും 27.55 കോടി രൂപയാണ്. മുൻപ് ആമുഖത്തിൽ പറഞ്ഞ 50 കോടി രൂപ ഇതിനും പുറമെയാണ്. കേന്ദ്ര സഹായമായി 45.47 കോടി രൂപ പ്രതീക്ഷിക്കുന്നു. ജലസുരക്ഷ മെച്ചപ്പെടുത്തുക, മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങൾ ലഘൂകരിക്കുക, വനമേഖലയെ ആശ്രയിച്ച് കഴിയുന്ന വിഭാഗങ്ങളുടെ ജീവനും ജീവനോപാധികൾക്കും സംരക്ഷണം നൽകുക, കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കെതിരെയുള്ള കവചമായി ജനങ്ങളെ നിലനിർത്തിക്കൊണ്ട് വനങ്ങളുടെ സുസ്ഥിര പരിപാലനം ഉറപ്പാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കാണ് വനവും വന്യജീവി സംരക്ഷണം എന്ന മേഖലയിൽ 25-26 വർഷം ഊന്നൽ നൽകുന്നത്. മനുഷ്യ വന്യമൃഗ സംഘർഷ സംബന്ധമായ വിവരങ്ങൾ യഥാർത്ഥസമയം ശേഖരിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ ഫീൽഡ് തലത്തിൽ നൽകുന്നതിനും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനുമായി സംസ്ഥാനതല കൺട്രോൾ റൂം 36 DEOCകളിലും രൂപീകരിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിച്ച് അതിവേഗം പരിഹരിക്കുന്നതിനായി 24-25 സാമ്പത്തിക വർഷത്തിൽ 48.85 കോടിയാണ് വകയിരുത്തിയത്. ഇതിൽ 21.55 കോടി വർദ്ധിച്ച് 70.4 കോടിയായി ഉയർത്തുന്നു. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയായവർക്കുള്ള സഹായമായി 2011-16 കാലയളവിൽ 39.52 കോടിയാണ് വിതരണം ചെയ്തതെങ്കിൽ 2016-21 കാലയളവിൽ 91.36 കോടി വിതരണം ചെയ്തു. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതുവരെ 129.51 കോടി രൂപ ഈ ഇനത്തിൽ സഹായധനമായി വിതരണം ചെയ്തിട്ടുണ്ട്. നിലവിൽ പ്രവർത്തിച്ചു വരുന്ന 19 ദ്രുത കർമ്മസേനകൾക്ക് പുറമെ 9 ഫോറസ്റ്റ് ഡിവിഷനുകൾ കൂടി പുതിയ ദ്രുത കർമ്മസേനകൾ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇതോടെ ആറാൾട്ടികളുടെ എണ്ണം 28ആയി വർദ്ധിച്ചിട്ടുണ്ട്. വനാശ്രിതരായ പട്ടികവർഗ വിഭാഗങ്ങളിൽ നിന്നും 500 പേർക്ക് പുതിയ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ തസ്തിക സൃഷ്ടിച്ച് PSC മുഖേന അവർക്ക് 2023 നിയമനം നൽകി. പ്രവർത്തനക്ഷമമല്ലാത്ത ഫെൻസിങ്ങുകൾ അടിയന്തരമായി പ്രവർത്തനക്ഷമമാക്കുന്നതിന് മിഷൻ സോളാർ ഫെൻസിംഗ് 24 എന്ന പദ്ധതി സംസ്ഥാനത്താകെ നടപ്പിലാക്കിയിട്ടുണ്ട്. സർ, സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ അടുത്ത 5 വർഷം കൊണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കാൻ പാമ്പ് വിഷബാധ ജീവഹാനി രഹിത കേരളം എന്ന പദ്ധതി നടപ്പിലാക്കുന്നതാണ്. വിവിധ വനസംരക്ഷണ പ്രവർത്തനങ്ങൾ, വന്യജീവി ആക്രമണങ്ങൾ ഇല്ലാതാക്കുക,
തുടങ്ങിയ ഘടകങ്ങൾ ഉൾപ്പെട്ട വനസംരക്ഷണ പദ്ധതിക്ക് 25 കോടി രൂപ വകയിരുത്തുന്നു. വനസംരക്ഷണ പ്രവർത്തനങ്ങളുടെ ശാക്തീകരണത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായി 50.3 കോടി രൂപ വകയിരുത്തുന്നു. പ്രോജക്റ്റ് എലിഫൻ്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പെരിയാർ, ആനമുടി, നിലമ്പൂർ, വയനാട് ആനസങ്കേതങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് 3.5 കോടി രൂപ വകയിരുത്തുന്നു. കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിനായി 2 കോടി രൂപ വകയിരുത്തുന്നു. ഗ്രാമവികസനം ഗ്രാമവികസന മേഖലയ്ക്കായി 2025-26 7,098.74 കോടി രൂപ വകയിരുത്തുന്നു. മുൻ വർഷത്തേക്കാൾ 598.75 കോടി രൂപ അധികമാണ് ഈ വർഷം വകയിരുത്തുന്നത്.